ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് UGC നെറ്റിൻ്റെ പേപ്പർ 2 സൈക്കോളജിയുടെ ചോദ്യങ്ങളാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഹു അമംഗ് ദ ഫോളോയിങ് ആർ ദ കീ റിസർച്ചേഴ്സ് ഇൻ മോട്ടിവേഷൻ തിയറി? താഴെ കുറച്ച് ആളുകളെ പേര് കൊടുത്തിട്ടുണ്ട്. 4 ആളുകളെ പേര് കൊടുത്തിട്ടുണ്ട്. അബ്രഹാം മാസ്ലോ, BF സ്കിന്നർ, ആൽബർട്ട് ബണ്ടൂര, എഡ്വേർഡ് ടേസി. ഇവരുടെ 4 പേരുടെയും തിയറികളിൽ മോട്ടിവേഷൻ തിയറി ഫോക്കസ് ചെയ്തിട്ടുള്ള റിസർച്ചുകൾ ചെയ്തിട്ടുള്ള ആളാരാണ് എന്നതാണ് ചോദ്യം. 2 പേരുണ്ടാവും, കാരണം ഓപ്ഷൻ നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ താഴെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ 2 പേരുണ്ടെന്ന് മനസ്സിലാക്കാം. നമുക്ക് നോക്കാം ഓരോരുത്തർ ആരൊക്കെയാണ് നോക്കാം. ഓരോന്നായിട്ട് എല്ലാവരെക്കുറിച്ചും നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ആൻസർ ആദ്യം നമുക്ക് വ്യക്തമായിട്ട് നോക്കാം. എന്നാൽ പിന്നെ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റിയോട് കൂടി നമുക്ക് മനസ്സിലാക്കാം. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഒരു മിനിറ്റ്, BF സ്കിന്നറും അതുപോലെ തന്നെ അമേരിക്കൻ സൈക്കോളജിസ്റ്റ്, ഓക്കെ, അബ്രഹാം മാസ്ലോ ആണ് കേട്ടോ. ഇതിൽ മോട്ടിവേഷൻ തിയറിയിൽ മെയിനായിട്ട് പറയുന്ന 2 ആൾക്കാർ, ഒന്ന് അബ്രഹാം മാസ്ലോയും അതുപോലെ തന്നെ എഡ്വേർഡ് ടേസിയാണ്. ഇവർ 2 പേരുമാണ് മോട്ടിവേഷൻ തിയറിയുമായി ബന്ധപ്പെട്ട തിയറികൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് വിശദമായിട്ട് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് അബ്രഹാം മാസ്ലോവിനെ കുറിച്ച് നോക്കാം. ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, നമ്മൾ പറഞ്ഞതാണ്, പഠിച്ചതാണ്, എങ്കിലും നമുക്ക് വിശദമായിട്ട് നമുക്ക് നോക്കാം. അബ്രഹാം മാസ്ലോ കുറച്ചുകൂടി ഡീപ്പായിട്ട് നമ്മൾ മുമ്പ് പഠിച്ചതിനേക്കാൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് നോക്കാം. ഇദ്ദേഹം 1909 ജനിച്ചത്. 1908 ജനിച്ചത്. 1970 ഇദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ലൈഫ് ഹിസ്റ്ററി നമുക്ക് നോക്കാം. ഇദ്ദേഹം ഒരു ജൂയിസ്റ്റ് ഫാമിലിയിലാണ് അദ്ദേഹം ജനിച്ചത്. റഷ്യയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലമൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ് അദ്ദേഹം ചെലവഴിച്ചത്. അദ്ദേഹം പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്ത് ലൈബ്രറികളിൽ പുസ്തകങ്ങൾ വായിച്ചൊക്കെയാണ് അദ്ദേഹം വളർന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഇൻഡിവിജ്വൽസ് ഉണ്ടല്ലോ, അത് മെൻ്റലി ഇല്ലായിട്ടുള്ള ഇൻഡിവിജ്വൽസിൻ്റെ പഠിക്കുന്നതിന് പകരം ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ പഠിക്കുകയും എങ്ങനെയാണ് അവർക്ക് ട്രൂ മോട്ടിവേഷൻ കിട്ടുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹത്തിൻ്റെ വളരെ കാലത്തെ ആഗ്രഹമായിരുന്നു. അതാണ് അദ്ദേഹം ഫോക്കസ് ചെയ്തത്. അദ്ദേഹം ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ള മോസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ പഠിച്ചു. എന്നിട്ട് എന്ത് ചെയ്യാണ്, എങ്ങനെ മനുഷ്യന് എന്ത് ചെയ്യുന്നുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ ആളുകൾ എങ്ങനെയാണ് മോട്ടിവേറ്റഡ് ആവുന്നത് എന്ന് പഠിച്ചൊരു പ്രധാനപ്പെട്ട ആളാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 2 പുസ്തകങ്ങളുണ്ട്. ഫസ്റ്റ് പുസ്തകമാണ് ടുവാർഡ്സ് എ സൈക്കോളജി ഓഫ് ബീയിങ് ബുക്ക്. ടുവാർഡ്സ് ബുക്സ് നോക്കി വെക്കണം, ചിലപ്പോൾ ചോദിച്ചു വിടാനില്ല. എ സൈക്കോളജി ഓഫ് ബീയിങ്. ഈ പുസ്തകം 1962 ഇറങ്ങിയത് കേട്ടോ. ഈ പുസ്തകം 1962 ഇറങ്ങി. ഇതിൽ മെയിനായിട്ട് എങ്ങനെയാണ് ഒരു മനുഷ്യൻ സൈക്കോളജിക്കലി എങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നത് എന്ന് ഈ പുസ്തകത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഒരാളുടെ പൊട്ടൻഷ്യൽ മാനസികമായിട്ട് എങ്ങനെ അദ്ദേഹം
വളരുന്നു, എങ്ങനെയാണ് വ്യക്തി മോട്ടിവേറ്റഡ് ആവുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ പുസ്തകം വിശദമായിട്ട് വിശദീകരിക്കുന്നത്. ഹൗ ഹ്യൂമൻസ് ഹൗ ഹ്യൂമൻസ് ക്യാൻ ഗ്രോ സൈക്കോളജിക്കലി. വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ഇദ്ദേഹത്തിൻ്റെ പുസ്തകം. ഇതുവരെ അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ചോദിച്ചതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മറ്റ് തിങ്കേഴ്സിൻ്റെ പുസ്തകങ്ങളൊക്കെ ചോദിച്ചതായി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കി വെക്കുന്നത് നല്ലതാണ്. ഈ മാസ്ലോൻ്റെ തിയറികൾ ധാരാളം എല്ലാ വർഷവും മാസ്ലോൻ്റെ തിയറികൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് മോട്ടിവേഷൻ തിങ്കേഴ്സ്. താഴെ പറയുന്ന വിഷയങ്ങൾ 4 തിങ്കേഴ്സിൽ മോട്ടിവേഷൻ തിയറി റിസർച്ച് ചെയ്തിട്ടില്ല. മോട്ടിവേഷൻ തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ള തിങ്കേഴ്സ് ആരൊക്കെയെന്നുള്ളതായിരുന്നു. അത് എബ്രഹാം മാസ്ലോവും എഡ്വേർഡ് ഡെയ്സിയാണ്. ഇവരുടെ ഡീറ്റെയിലാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എബ്രഹാം മാസ്ലോ, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകമാണ് ടുവാർഡ്സ് എ സൈക്കോളജി ഓഫ് ബീയിങ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ്, നോട്ട് ചെയ്യേണ്ട പുസ്തകമാണ് മോട്ടിവേഷൻ ആൻഡ് പേഴ്സണാലിറ്റി. മോട്ടിവേഷൻ ആൻഡ് പേഴ്സണാലിറ്റി. ഈ പുസ്തകം കുറച്ചും കൂടെ മുമ്പ് ഇറങ്ങിയതാണ്. 1954 ഈ പുസ്തകം ഇറങ്ങിയത്. ഇദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള തിയറി ഓഫ് മോട്ടിവേഷൻ ഇതിൽ വിശദീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഹൈറാർക്കി തിയറികളും ഒക്കെ ഇതിലാണ് അദ്ദേഹത്തെ വിശദീകരിച്ചത്. ഇൻട്രൊഡ്യൂസ്ഡ് തിയറി ഓഫ് മോട്ടിവേഷൻ. അപ്പോൾ ഇത് രണ്ടും പ്രധാനപ്പെട്ട പുസ്തകമാണ്, നോട്ട് ചെയ്യേണ്ട പുസ്തകമാണ്. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ മെയിൻ തിയറിയിലേക്ക് പോവാം. ഇദ്ദേഹം നേരത്തെ പറഞ്ഞു, ഇദ്ദേഹം ഫാദർ ഓഫ് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയാണ്. ഓക്കെ, ഇദ്ദേഹം നമ്മൾ ജസ്റ്റ് ഇവിടെ ഈസ് the father of humanistic psychology. ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയുടെ ഫാദറാണ് ആര്? അബ്രഹാം മാസ്ലോ. അപ്പോൾ ഈ പോയിൻ്റ് കൂടെ 3 പോയിൻ്റ് പ്രധാനപ്പെട്ട പോയിൻ്റുകൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, അബ്രഹാം മാസ്ലോൻ്റെ തിയറിയാണ്, മോട്ടിവേഷൻ തിയറിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ട തിങ്കറാണ് അബ്രഹാം മാസ്ലോ. പിന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫ് ഹിസ്റ്ററി നമ്മൾ പറഞ്ഞു, പിന്നെ പുസ്തകങ്ങൾ പറഞ്ഞു, ടുവാർഡ്സ് സൈക്കോളജി ഓഫ് ബീയിങ്, മോട്ടിവേഷൻ ഓഫ് പേഴ്സണാലിറ്റി. പിന്നെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഫാദർ ഓഫ് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ കോർ തിയറിയിലേക്ക് പോവാം. അദ്ദേഹത്തിൻ്റെ കോർ തിയറിയാണ് ഹൈറാർക്കി ഓഫ് നീഡ്സ്. മുമ്പ് നമ്മൾ ഒരു പ്രാവശ്യം വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്, അതുകൊണ്ട് വളരെ ഷോർട്ടായിട്ടാണ് വിശദീകരിക്കുന്നത്. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ തിയറിയിൽ ജനറലി ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഇദ്ദേഹം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ തിയറിയുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം പ്രധാനമായിട്ട് ചില കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം ഫ്രീ വില്ല്, അതുപോലെ തന്നെ സെൽഫ് ഗ്രോത്ത്, അതുപോലെ തന്നെ ഗുഡ് വിത്തിൻ പീപ്പിൾ,
ഇങ്ങനെ 3 കാര്യങ്ങൾ ഈ തിയറിയിൽ ഇദ്ദേഹം ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഫ്രീ വില്ല്, സെൽഫ് ഗ്രോത്ത്, ഗുഡ് വിത്തിൻ പീപ്പിൾ. എങ്ങനെയാണ് ആളുകൾ മോട്ടിവേറ്റഡ് ആവുന്നത് എന്നതിനെക്കുറിച്ച് ഇദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ഓക്കെ, മനുഷ്യന് പ്രധാനമായിട്ട് 5 തരത്തിലുള്ള നീഡ്സ് ഉണ്ട്. ഓരോ നീഡ്സും ഫുൾഫില്ല് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ആ വ്യക്തി അതിൻ്റെ മുകളിലുള്ള ഹയർ നീഡ്സിലേക്ക് ആ വ്യക്തി മോട്ടിവേറ്റഡ് ആവും എന്ന് പറയുന്നു. ഇദ്ദേഹം മോട്ടിവേഷൻ നീഡ്സുമായി കണക്ട് ചെയ്തിട്ടാണ് വിശദീകരിക്കുന്നത്. മോട്ടിവേഷൻ ഹീസ് ബിലീവ്ഡ് ഹ്യൂമൻസ് ആർ, പ്രധാനപ്പെട്ട പോയിൻ്റാണ്, ഹ്യൂമൻസ് ആർ മോട്ടിവേറ്റഡ് ബൈ their needs. ഈ നീഡ്സിൻ്റെ ബേസിലാണ് ഓരോ വ്യക്തി എന്ത് ചെയ്യുന്നത്, മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഇതിനെ ഒരു പിരമിഡ് ഷേപ്പിലാണ് ഇദ്ദേഹം വിശദീകരിക്കുന്നത്. ഏറ്റവും താഴെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ് ഉണ്ടാവും, പിന്നെ അത് കഴിഞ്ഞ് അടുത്ത നീഡ് ഉണ്ടാവും, അത് കഴിഞ്ഞ് അടുത്ത ഉണ്ടാവും, അങ്ങനെ 5 തരത്തിലുള്ള നീഡ്സാണ് പറയുന്നത്. അപ്പോൾ ബേസിക് നീഡ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നീഡിലേക്ക് പോകും, അത് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നീഡിലേക്ക് പോകും, അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നീഡിലേക്ക് പോകും. അങ്ങനെ ഓരോ നീഡ് ഫുൾഫിൽ ചെയ്യുന്നതിനനുസരിച്ചാണ് വ്യക്തി എന്ത് ചെയ്യുക, അടുത്ത നീഡിലേക്ക് പോവാം. പ്രധാനമായിട്ടും 5 നീഡുകൾ ഈ വ്യക്തി പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറയണ്ടായിരുന്നു. മുമ്പ് നമ്മൾ ഇത് മാത്രമായിട്ട് ഒരു വട്ടം ഡിസ്കസ് ചെയ്തിരുന്നു, അന്ന് നമ്മൾ പറഞ്ഞു ചെയ്തതാണ്. എങ്കിലും നമ്മളിവിടെ പ്രധാനപ്പെട്ട എല്ലാം ഒന്നുകൂടെ പറയുന്നുണ്ട്. ഒന്ന് ഫിസിയോളജിക്കൽ നീഡ്സ്. ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള നീഡ്സ്, ഫുഡ്, വാട്ടർ, സ്ലീപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഫുഡ്, വാട്ടർ, സ്ലീപ്പ്, നമ്മൾ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ, ശരീരത്തിന് ആവശ്യമായിട്ടുള്ള നീഡ്സിനാണെന്ന് പറയാം. നമ്മൾ സർവൈവ് ചെയ്യാൻ വേണ്ടി, നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സർവൈവൽ നീഡ്സ്, ഇതാണ് ഫിസിയോളജിക്കൽ നീഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭക്ഷണം ഇല്ലെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ കഴിയില്ല, വാട്ടർ ഇല്ലെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ കഴിയില്ല, ഉറക്കം കിട്ടാഞ്ഞാൽ നമുക്ക് മനുഷ്യന് നിലനിൽക്കാൻ കഴിയില്ല. അപ്പോൾ അതൊക്കെ മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള നീഡ്സാണ്, സർവൈവൽ നീഡ്സാണ്. ഇനി അടുത്ത നീഡ് നമുക്ക് നോക്കാം. രണ്ടാമത്തെ നീഡ് സേഫ്റ്റി നീഡാണ്. സേഫ്റ്റി നീഡാണ് ഉദ്ദേശിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ ഫിസിക്കൽ സേഫ്റ്റി, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, സ്റ്റേബിൾ എൻവയോൺമെൻറ്റ്, അങ്ങനെ സേഫ് ഹോം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ സേഫായിട്ട് നിൽക്കുക എന്നുള്ളതാണ്, സെക്യൂരിറ്റിയാണ് ഒരു വ്യക്തി അടുത്തത് അദ്ദേഹത്തിൻ്റെ അടുത്ത ആവശ്യം. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി അടുത്തതിലേക്ക് എന്ത് പോകും, ഭക്ഷണം വസ്ത്രവും റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ പാർപ്പിടം പോലുള്ള ഇതിലേക്ക് പോകും. അതായത് സെക്യൂരിറ്റി, അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായുള്ള സെക്യൂരിറ്റി, വീടിൽ നല്ല ഉറപ്പുള്ള വീട്, അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്റ്റേബിളായിട്ടുള്ള എൻവയോൺമെൻറ്റ്, ഇതൊക്കെ ഇതിൽ പ്രതീക്ഷിക്കും. അപ്പോൾ അതിൽ സേഫ് ഹോം, അതുപോലെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, അതുപോലെ തന്നെ സ്റ്റേബിൾ എൻവയോൺമെൻറ്റ്, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ നീഡിലേക്ക് പോവാം, ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡ്. ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡ്. ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡിൽ ഫ്രണ്ട്ഷിപ്പ്, ഫാമിലി, ഇൻറ്റിമസി, അങ്ങനെയുള്ള റിലേഷൻഷിപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഫ്രണ്ട്ഷിപ്പ്, അതുപോലെ തന്നെ ഫാമിലി, അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങൾ, ബിലോങ്ങിങ്സ്, നമ്മുടെ ബന്ധം, നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്.
പിന്നെ നാല് എസ്റ്റീം നീഡ്സ് ആണ്. എസ്റ്റീം നീഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സമൂഹത്തിൽ ഒരു സ്ഥാനം, ബഹുമതി, റെസ്പെക്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സെൽഫ് റെസ്പെക്റ്റ് ആണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. സെൽഫ് റെസ്പെക്റ്റ്, അതുപോലെ തന്നെ റെസ്പെക്റ്റ് ഫ്രം അതേഴ്സ്. നമുക്ക് നമ്മളോടൊരു റെസ്പെക്റ്റ്, നമുക്ക് മറ്റുള്ളവർക്ക് നമ്മളോടൊരു റെസ്പെക്റ്റ്. അതുപോലെ ഫീലിങ്സ് ഓഫ് അച്ചീവ്മെൻറ്റ്സ്. ഇതൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ അടുത്തത് ഏറ്റവും പിരമിഡിലെ ഏറ്റവും ടോപ്പ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ അയാളെ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് എത്തുന്നതിനാണ് എന്ത് പറയാം, സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ ഓരോ മേഖലയിൽ ഓരോ ജോലികൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും നമ്മൾ. ഒരു പെയിൻറ്റർ അല്ലെങ്കിൽ ഒരു ചിത്രം വരയ്ക്കുന്ന ആളാണ്, അയാളെ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് എത്തുക. ഒരു ടീച്ചറാണെങ്കിൽ അയാൾ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് എത്തുക, അല്ലെങ്കിൽ ഇന്നർ പീസ്, ഇതൊക്കെ അച്ചീവ് ചെയ്യുക എന്നതൊക്കെയാണ് ഇതിൽ വരുന്നത്. അതിൽ വരുന്ന കാര്യം എന്താണ്, നമുക്ക് അച്ചീവിങ് ഫുൾ പൊട്ടൻഷ്യൽ. അതായത് നമുക്ക് മാക്സിമം പോസിബിളായ അതിനാണ് ഉദ്ദേശിക്കുന്നത്. ബെസ്റ്റ് പോസിബിൾ വേർഷൻ ഓഫ് അവർ സെൽഫ്. ബെസ്റ്റ് പോസിബിൾ വേർഷൻ ഓഫ് അവർ സെൽഫ്. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പോസിബിൾ ആയിട്ടുള്ള നമ്മളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇദ്ദേഹം മറ്റ് സൈക്കോളജിസ്റ്റിനെ പോലെ തന്നെ അങ്ങനെയുള്ള ലബോറട്ടറി എക്സ്പെരിമെൻറ്റുകളൊന്നും നടത്തിയിട്ടുള്ള ആളല്ല. ഓക്കെ, അദ്ദേഹം ബയോഗ്രഫിക്കൽ അനാലിസിസ് ആണ് ഇദ്ദേഹം കൂടുതലായിട്ട് നടത്തിയിട്ടുള്ളത്, ബയോഗ്രഫിക്കൽ സ്റ്റഡീസ്. അതായത് ഇദ്ദേഹം ഡയറീസ്, ലൈഫ് സ്റ്റോറീസ്, അതുപോലെ തന്നെ മറ്റുള്ള തിങ്കേഴ്സിൻ്റെ ലൈഫ് എക്സ്പീരിയൻസ്, അതൊക്കെയാണ് ഇദ്ദേഹം പഠിച്ചിട്ടുള്ളത്. ആൽബർട്ട് ഐൻസ്റ്റീനും അങ്ങനെയുള്ള ആളുകളൊക്കെ ലൈഫ് ഹിസ്റ്ററി ഒക്കെ പഠിച്ചിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ തിയറി ഡെവലപ്പ് ചെയ്തത്. റിയൽ ഫീൽഡ് എക്സ്പെരിമെൻ്റ് യൂസ് ചെയ്തിട്ടല്ല ഇദ്ദേഹം പഠനം നടത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. ഇനി നമുക്ക് നോക്കാനുള്ളത് രണ്ടാമത്തെ ആളാണ്, എഡ്വേർഡ് ഡെയ്സി. എഡ്വേർഡ് ഡെയ്സിയെ നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി ആണ്, എഡ്വേർഡ്. ഓക്കെ, ഇദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുള്ള ആളാണ് കേട്ടോ. ഇദ്ദേഹം അറിയപ്പെട്ടിട്ടുള്ള കണ്ടംപററി അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹം ഒരു പ്രൊഫസർ കൂടിയാണ്. യൂണിവേഴ്സിറ്റി ഓഫ് റിച്ചെസ്റ്ററിലെ പ്രൊഫസർ കൂടിയാണ്. അദ്ദേഹം അമേരിക്കൻ സൈക്കോളജിസ്റ്റ് കൂടിയാണ്. ഇദ്ദേഹം ജനിച്ചത് 1942 ഇന്നും ജീവിച്ചിരിപ്പുള്ള ആളാണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇദ്ദേഹം ആരാണ്, അമേരിക്കൻ സൈക്കോളജിസ്റ്റാണ്. അമേരിക്കൻ സൈക്കോളജിസ്റ്റ്. ഓക്കെ,
ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് ആളുകൾ എങ്ങനെ ആളുകൾ എൻഗേജ് ആവുന്നത്, ഹാപ്പി ആവുന്നത്, ഒരുപാട് കാലം ഹാപ്പി ആയി നിലനിൽക്കുന്നത്, എൻഗേജ്ഡ് ആയി നിൽക്കുന്നത് എന്നതിനെക്കുറിച്ച് ഇദ്ദേഹം വിശദമായി പഠനം നടത്തിയിട്ടുണ്ട്. ആളുകൾ എങ്ങനെ മോട്ടിവേറ്റഡ് ആവുന്നു, ഒരു പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ എങ്ങനെ മോട്ടിവേറ്റഡ് ആവുന്നു. ഇപ്പോൾ നമുക്കറിയാം ധാരാളം ആളുകൾ വിദേശത്തൊക്കെ പോയി ജോലി ചെയ്യുന്നുണ്ട്. ഫാമിലിയൊക്കെ വിട്ടിട്ട് വിദേശത്ത് പോയി ജോലി ചെയ്യുന്നത് അതൊരു ഒരു ഒരു മോട്ടിവേഷനാണല്ലോ അവർക്ക് കിട്ടുന്നത്. ആ മോട്ടിവേഷൻ എന്താണ്? പല കാരണങ്ങളാൽ ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ആളുകൾ ഒരു ചിത്രം വരയ്ക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ചിത്രം വരയ്ക്കുന്ന ഒരാൾ ധാരാളം നേരം ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ് രാത്രിയും രാവിലും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ആ വ്യക്തി മോട്ടിവേറ്റഡ് ആകുന്നത്? ആളുകൾ എന്തുകൊണ്ട് മോട്ടിവേറ്റഡ് ആകുന്നു? ആളുകൾ എൻഗേജ് ആയി നിൽക്കുന്നു, ഹാപ്പി ആയി നിൽക്കുന്നു, എനർജറ്റിക് ആയി നിൽക്കുന്നു എന്നതിനെക്കുറിച്ച് ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, പഠനം നടത്തിയിട്ടുണ്ട്. റിച്ചാർഡ് റയാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ട്ണറും ഇദ്ദേഹം കൂടിയിട്ടാണ് എന്ത് ചെയ്തത്, ഈ പഠനം നടത്തിയത്. ഇദ്ദേഹം എന്താണ് പറയുന്ന പ്രധാനപ്പെട്ടൊരു കൺസെപ്റ്റ്, ഒരു തിയറിയാണ്, ചില സമയത്ത് ആളുകൾക്ക് കോർപ്പറേറ്റ് റിവാർഡ്, അതായത് പേയ്മെൻറ്റ് അല്ലെങ്കിൽ പ്രഷറൊക്കെ ചില ആളുകൾക്ക് അവരുടെ ജോലിയിലുള്ള താല്പര്യം കുറക്കാൻ കാരണമാകും. സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, ഒരാൾക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ മോട്ടിവേറ്റഡ് ആവുകയാണ് ചെയ്യുക, അയാൾ ചെയ്യാൻ കൂടുതൽ താല്പര്യം കാണിക്കുമെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ, സമ്മാനം കൊടുത്തു കഴിഞ്ഞാലൊക്കെ. പക്ഷേ ഇവിടെ ഇദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല. ഒരാൾ ജോലി ചെയ്യുമ്പോൾ അയാൾക്ക് എന്താണ് പേയ്മെൻറ്റോ അല്ലെങ്കിൽ പ്രഷറോ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് അദ്ദേഹത്തിന് മാറാൻ സാധിക്കില്ല എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, നോക്കാം. ഇദ്ദേഹം മെയിനായിട്ട് പഠിച്ചത് എങ്ങനെയാണ്, he wanted to understand to understand what keeps people engaged, happy and energetic over long period. ഇതാണ് ഇദ്ദേഹം പഠനം നടത്തിയ പ്രധാനപ്പെട്ട വിഷയം. ഇദ്ദേഹം ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് ലാസ്റ്റ് പറയാട്ടോ. ഇദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള പുസ്തകങ്ങൾ നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ഇദ്ദേഹത്തിൻ്റെ തിയറിയുടെ ഭാഗം കൂടിയാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. 1975 ഈ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞ പുസ്തകം അദ്ദേഹം എന്ത് ചെയ്ത് ഡെവലപ്പ് ചെയ്തത്. വിശദീകരണം നമുക്ക് കുറച്ചായിട്ട് പറയാം. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് വൈ വി ഡു വാട്ട് വി ഡു. വൈ വി ഡു വാട്ട് we do. Understanding self motivation. ബ്രാക്കറ്റിൽ 1995. വൈ വി ഡു വാട്ട് വി ഡു, അണ്ടർസ്റ്റാൻഡിങ് സെൽഫ് മോട്ടിവേഷൻ. ഈ രണ്ട് പുസ്തകവും ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകമാണ്. ഓക്കെ,
അപ്പോൾ അത് ഫേമസ് ആയിട്ടുള്ള പുസ്തകം തന്നെയാണ്. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ തിയറിയിലേക്ക് പോവാം. ഇദ്ദേഹം മോട്ടിവേഷനെ കുറിച്ച് പറയുന്നത്, മോട്ടിവേഷൻ പ്രധാനമായി 2 തരത്തിലാണ് ഒരു വ്യക്തി മോട്ടിവേറ്റഡ് ആവുക എന്ന് പറയുന്നത്. അതിന് സെൽഫ് ഡിറ്റർമിനേഷൻ തിയറി എന്നാണ് അദ്ദേഹത്തിൻ്റെ തിയറി പറയുന്നത്. സെൽഫ് ഡിറ്റർമിനേഷൻ തിയറി ചോദിക്കാൻ സാധ്യതയുള്ളൊരു തിയറിയാണ് സെൽഫ് ഡിറ്റർമിനേഷൻ തിയറി. ഇതിൽ ഇദ്ദേഹം പറയുന്നത് മോട്ടിവേഷൻ 2 തരത്തിലുണ്ട്. ഇദ്ദേഹം മോട്ടിവേഷൻ 2 പ്രൈമറി ഫോം, കാറ്റഗറൈസ്ഡ് മോട്ടിവേഷൻ ഇൻറ്റു 2 പ്രൈമറി ഫോംസ്. ഓക്കെ, 2 ടൈപ്സ് എന്ന് പറയാം. അതിൽ ഒന്നാണ് നേരത്തെ പറഞ്ഞ ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആൻഡ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. ആദ്യം നമുക്ക് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്താണെന്ന് നോക്കാം. എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്റ്റേണൽ റിവാർഡ് കിട്ടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പണിഷ്മെൻ്റ് ഉണ്ടാവുമോ എന്ന് കരുതിയിട്ടോ നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിന് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയും. ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ നെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? നമുക്ക് നെറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് അതിലൂടെ കോളേജ് അധ്യാപകരായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, PhD ചെയ്യാൻ പറ്റും, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിലൂടെ ഉണ്ട്. അപ്പോൾ അതൊരു എക്സ്റ്റേണൽ മോട്ടിവേഷനാണ്. അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് പോവുകയാണ്. ജോലിക്ക് പോകുന്ന സമയത്ത് നമുക്ക് സാലറി കിട്ടും. സാലറി കിട്ടുമ്പോൾ നമ്മൾ എക്സ്റ്റേണൽ മോട്ടിവേഷനാണ്, അത് പുറത്തുനിന്നൊരു സാധനം നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഒരാൾ നമ്മളെ നിർബന്ധിക്കുകയാണ്. ഇപ്പോൾ ഒരാൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, നാളെ നിങ്ങൾ പഠിച്ചു വരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോസിഷൻ ഉണ്ടാവും എന്ന് പറയണം. അപ്പോൾ മറ്റൊരാൾ നമ്മളെ പ്രഷർ ചെയ്യുകയാണല്ലോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എക്സ്ട്രിൻസിക് മോട്ടിവേഷനാണ്. പുറത്തുനിന്ന് ഒരാൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുകയോ ഒന്ന് എക്സ്റ്റേണൽ റിവാർഡോ അല്ലെങ്കിൽ പെനാൽറ്റിയോ പ്രഷറോ പാരൻസിൻ്റെ ഒക്കെ പ്രഷറോ, ഇതൊക്കെ എക്സ്ട്രിൻസിക് മോട്ടിവേഷനാണ്. അപ്പോൾ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഡൂയിങ് an activity to grab an external reward. Or avoid an outside penalty. എന്തെങ്കിലും റിവാർഡോ അല്ലെങ്കിൽ പണിഷ്മെൻറ്റോ അല്ലെങ്കിൽ പെനാൽറ്റിയോ കാരണം നമ്മൾ ഒരു കാര്യം ചെയ്യണതിന് എന്ത് പറയും? എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയും. അപ്പോൾ ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് നമ്മളൊരു കാര്യം ചെയ്യുന്നത് നമ്മൾ മാനസികമായിട്ട് നമ്മൾ ഉള്ളിൽ നിന്നുള്ള മോട്ടിവേഷൻ കാരണമാണ്. നമ്മൾ ഒരു രസത്തിന് ചെയ്യുന്നതാണ്, നമുക്ക് താല്പര്യമുള്ളതുകൊണ്ട് ചെയ്യുന്നതാണ്, നമ്മളെ പാഷനാണ്, നമ്മൾ ഉള്ളിൽ നിന്ന് നമ്മളെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന. ചിലപ്പോൾ നമ്മൾ കളിക്കുന്നു. ചില ആൾക്കാർ ഇപ്പോൾ ടീച്ചേഴ്സ് അവരുടെ പാഷനായിരിക്കും ടീച്ചിങ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രസത്തിന് വേണ്ടിയിട്ട് കളിക്കുന്ന. ഇപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ചെസ്സ് കളിക്കുക, അങ്ങനെയുള്ള ബിഹേവിയറൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അത് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്നാണ് അതിന് പറയാം. അപ്പോൾ അതിൻ്റെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുറത്തേക്കാം. അപ്പോൾ അത് ജസ്റ്റ് പേജ് ആഡ് ചെയ്തിട്ട്
അപ്പോൾ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ഡൂയിങ് ആൻ ആക്ടിവിറ്റി simply because of fun. അല്ലെങ്കിൽ ഇൻഹെറൻ്റ്ലി ഇൻട്രസ്റ്റിംഗ്. അല്ലെങ്കിൽ ഓർ ഡീപ്ലി സാറ്റിസ്ഫൈങ് ടു യുവർ സോൾ. അത് നമുക്ക് ഒരു മാനസികമായിട്ടൊരു സംതൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യാം. അതിന് നമ്മൾ എന്ത് പറയും? ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയും. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് കൺസെപ്റ്റുകൾ പറഞ്ഞു, ഇൻട്രിൻസിക് മോട്ടിവേഷനും എക്സ്ട്രിൻസിക് മോട്ടിവേഷനും. അപ്പോൾ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്റ്റേണലി കിട്ടുന്ന ഒരു റിവാർഡിൻ്റെ ബേസിൽ നമ്മൾ ചെയ്യുന്ന മോട്ടിവേഷനാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻറ്റേർണലി നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും, അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന മോട്ടിവേഷനാണ്. ഇദ്ദേഹം എന്താണ് പറയുന്നത്? പ്രധാനമായിട്ട് ഒരാൾ ഇൻട്രിൻസിക്കലി മോട്ടിവേറ്റഡ് ആവണമെങ്കിൽ, ഇപ്പം നമ്മൾ ഇൻട്രിൻസിക് മോട്ടിവേഷനെ കുറിച്ചാണ് പറയുന്നത്. ഇൻട്രിൻസിക്കലി മോട്ടിവേറ്റഡ് ആവണമെങ്കിൽ 3 ഘടകങ്ങൾ ഉണ്ടായിരിക്കണം. ആ 3 ഘടകങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തി ഇൻട്രിൻസിക്കലി മോട്ടിവേറ്റഡ് ആവുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. ഒന്നാണ് ഓട്ടോണമി. സോൾ. ഓട്ടോണമി എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ കൺട്രോൾ, നമ്മളെ ലൈഫ്, നമ്മളെ ചോയ്സിലൊക്കെ നമുക്ക് ഫുൾ കൺട്രോൾ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉണ്ടായിരിക്കുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. കൺട്രോൾ ഓഫ് യുവർ ഓൺ ലൈഫ്. ആൻഡ് ചോയ്സ്. നമ്മുടെ തീരുമാനങ്ങൾ നമ്മുടെ തന്നെ ആയിരിക്കണം. വേറൊരാൾ നമ്മളെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, നമുക്ക് ഈ ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉണ്ടായിരിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു. രണ്ടാമതാണ് കോമ്പിറ്റൻസ്. രണ്ടാമത്തേത് നമുക്കൊരു ഫീലിംഗ് ഉണ്ടായിരിക്കണം, നമ്മൾ ചെയ്യുന്ന കാര്യം എഫക്റ്റീവാണ്, നമ്മൾ ഈ ചെയ്യുന്ന ജോലിയിൽ നല്ല പെർഫെക്റ്റ് ആണ്, ഗുഡാണ് എന്നുള്ളൊരു എന്തുണ്ടായിരിക്കണം, ഫീലിംഗ് നമുക്കുണ്ടായിരിക്കണം. ഇപ്പോൾ ഞാൻ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ ക്രിമിനോളജിയാണ് എടുക്കുന്നത്, പുതിയൊരു സബ്ജക്റ്റാണ് ക്രിമിനോളജി. അപ്പോൾ നമുക്ക് അങ്ങനെ കോളേജുകൾ വളരെ റെയറായിട്ട് ആ സബ്ജക്റ്റ് വരാറുള്ളൂ. അപ്പോൾ നമുക്ക് അറിയില്ല, കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ മുമ്പ് നമ്മൾ പഠിപ്പിച്ചതുമല്ല. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഒരു കാർ ഓടിക്കാൻ പോവാണ്, അപ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അത് എന്തിന് കാരണമാവില്ല, ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഇല്ലാതിരിക്കാൻ കാരണം. നമ്മളതിൽ പെർഫെക്റ്റ് ആയിരിക്കണം, എഫക്റ്റീവ് ആയിരിക്കണം, നമുക്കത് ചെയ്യാൻ കഴിയുമെന്നൊരു ബോധം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. ഫീലിങ്സ് that
you are effective and good at what you are doing. നമ്മൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ഫുൾ കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. മൂന്നാമതാണ് സി മൂന്നാമതാണ് റിലേറ്റഡ്നെസ്. നമ്മൾ മറ്റുള്ള ആൾക്കാരുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. ഓക്കെ, ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഒരു നമ്മൾ കാറ്ററിംഗ് സർവീസാണ് നമ്മളെ ജോലി എന്ന് കരുതാം. അപ്പോൾ ഒരു വീട്ടിൽ ഒരു മാരേജ് ഫങ്ഷന് നമ്മളാണ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആളുകളുമായിട്ട് കണക്റ്റഡ് ആണ്, ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഇൻട്രിൻസിക് മോട്ടിവേഷൻ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ എന്തൊരു കാര്യം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ആളുകളുമായി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉള്ളിൽ നിന്നൊരു മോട്ടിവേഷൻ കിട്ടും എന്നാണ് അദ്ദേഹം പറയുന്നത്. ജസ്റ്റ് എഴുതാം, ദ ഫീലിംഗ് ഓഫ് belonging and being meaningfully connected to other human being. അപ്പോൾ നമ്മൾ കണക്റ്റഡ് ആയിരിക്കണം. ഓക്കെ, ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു തിയറി എന്ന് പറയുന്നത്. ഇദ്ദേഹം പറഞ്ഞ ഇത്രയാണ്, ഒരു വ്യക്തി ഇദ്ദേഹത്തിൻ്റെ സെൽഫ് ഡിറ്റർമിനേഷൻ തിയറി. ഇതിൽ ഇദ്ദേഹം പറയുന്നത് മോട്ടിവേഷൻ 2 തരത്തിലുണ്ട്, എൻട്രിൻസിക്കും ഉണ്ട്, എക്സ്ട്രിൻസിക്കും ഉണ്ട്. എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് എന്തെങ്കിലും നമ്മൾ കിട്ടുമ്പോൾ നമ്മൾ മോട്ടിവേറ്റഡ് ആവുന്നു. ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിലുള്ള സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഇൻട്രിൻസിക് മോട്ടിവേഷനാണ്. നമ്മൾ ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉണ്ടാകുമ്പോൾ അതുണ്ടാവണമെങ്കിൽ 3 കാര്യങ്ങൾ ആവശ്യമാണ്: ഓട്ടോണമി, കോമ്പിറ്റൻസ്, റിലേറ്റഡ്നെസ്. ഓട്ടോണമി എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ കൺട്രോൾ ഉണ്ടായിരിക്കണം. കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. റിലേറ്റഡ്നെസ് എന്ന് പറഞ്ഞാൽ ആളുകളുമായിട്ട് നമുക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള കണക്ഷൻ, റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. ഇദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ, സോമ പസിൽ ബ്ലോക്ക് എക്സ്പെരിമെൻ്റ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ജസ്റ്റ് ഒന്ന് പറയാം. ദ സോമ പസിൽ ബ്ലോക്ക് എക്സ്പെരിമെൻ്റ്. അത് 1971 അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ഷോർട്ടായിട്ട് പറയാം. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് കോളേജ് കുട്ടികളെ എന്ത് ചെയ്തു, റിസർച്ചിന് വേണ്ടിയിട്ട് ഹയർ ചെയ്തു. എന്നിട്ട് ആ കുട്ടികളെ 2 ഗ്രൂപ്പുകളാക്കിയിട്ട് വേർതിരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, 2 ഗ്രൂപ്പുകളുള്ള കുട്ടികളെ 2 റൂമിലാക്കിയിട്ട് ഇരുത്തി. എന്നിട്ട് അവരോട് എന്ത് ചെയ്തു, ഒരു പസിൽ പസിൽ ചെയ്യാൻ പറഞ്ഞു. സോമ പസിൽ എന്നാണ് അതിൻ്റെ പേര്. സോമ പസിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഫ്രീ ആവുന്ന സമയത്ത് ക്ലാസ് കഴിഞ്ഞിട്ട് ജസ്റ്റ് സോമ പസിൽ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 2 ഗ്രൂപ്പുകളെ 2 ക്ലാസ്സുകളാക്കി എത്തിയിട്ട് ഈ സോമ പസിൽ അവരോട് കളിക്കാൻ പറഞ്ഞു. ആദ്യത്തെ ഗ്രൂപ്പിന് എന്ത് ചെയ്തു, റിവാർഡ് കൊടുത്തു. ഓരോ പസിൽ കളിക്കുമ്പോഴും ഓരോ ഗെയിം ഫുൾഫിൽ ചെയ്യുമ്പോഴും അവർക്ക് $1 വീതം കൊടുത്തു. ഓക്കെ, ഒരു പ്രാവശ്യം ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് $1 വീതം കൊടുത്തു. ഗ്രൂപ്പ്
1-ലെ കുട്ടികൾക്ക് അവർക്ക് നിശ്ചിത സമയമൊക്കെ ഉണ്ടായിരുന്നു. ബ്രേക്ക് ടൈം ഉണ്ടായിരുന്നു. രാവിലെ 9 മുതൽ 1 മണി വരെ, പിന്നെ 2 മണി മുതൽ 4 മണി വരെ അങ്ങനെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ബ്രേക്ക് ടൈം, ഫ്രീ ടൈമുകളൊക്കെ കൊടുത്തിരുന്നു ഗ്രൂപ്പ് 1-ലുള്ള കുട്ടികൾക്ക്. ഗ്രൂപ്പ് 1 അവർക്ക് എന്ത് റിവാർഡ് കൊടുത്തിരുന്നു, $1 ഓക്കെ റിവാർഡ് കൊടുത്തിരുന്നു. ടൈം ഉണ്ടായിരുന്നു, നിശ്ചിത ടൈം പീരീഡ് ഉണ്ടായിരുന്നു. ഇൻ്റർവൽ ഫ്രീ ടൈമുകളും ഇവർക്ക് കൊടുത്തിരുന്നു. ഗ്രൂപ്പ് 2-ന് റിവാർഡൊന്നും കൊടുത്തില്ല, നോ റിവാർഡ്. അവരെന്ത് ചെയ്തു, അവർക്ക് അവരിഷ്ടപ്പെട്ടാണ് അവർ കളിക്കുക ചെയ്തത്. ഇവരെങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു ഗവേഷകൻ. അപ്പോൾ ഗ്രൂപ്പ് 1 റിവാർഡ് കിട്ടുന്ന ടീമാണല്ലോ, അവർ ഡോളർ ഓരോ ഗെയിം കളിക്കുമ്പോഴും ഡോളർ കിട്ടും. പക്ഷെ അത് ഫ്രീ ടൈമിൽ കിട്ടൂല, വർക്കിംഗ് ടൈമിൽ മാത്രമാണല്ലോ കിട്ടുക. അപ്പോൾ ഇവർ ഡോളർ കിട്ടുന്ന സമയത്ത് മാത്രമാണ് ഇവർ വർക്ക് ചെയ്തത്. ഫോർ എക്സാമ്പിൾ 9 മണി മുതൽ 1 മണി വരെ, പിന്നെ 2 മണി മുതൽ 4 മണി വരെ, ഇങ്ങനെ വർക്കിൻ്റെ ടൈമിൽ മാത്രമാണ് ഈ ഡോളർ പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്ത ഗ്രൂപ്പിലെ കുട്ടികൾ ചെയ്തത്. എന്നാൽ ഗ്രൂപ്പ് 2-ലെ കുട്ടികൾ ഓൾറെഡി എന്തില്ല, ഡോളർ ഇല്ല, എക്സ്റ്റേണൽ മോട്ടിവേഷൻ ഇല്ല. അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഗെയിം കണ്ടിന്യൂ ചെയ്തു. അതായത് ഫ്രീ ടൈമിലും അല്ലാത്ത സമയത്തും ഒരേ സമയത്ത് എന്ത് ചെയ്തു, ഇവർ ഈ ഗെയിം കണ്ടിന്യൂ ചെയ്തു. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഷോക്കിംഗ് റിസൾട്ട്, ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഓവർ ജസ്റ്റിഫിക്കേഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇതിലൂടെ അദ്ദേഹം കൊണ്ടുവന്നു. ഓവർ ജസ്റ്റിഫിക്കേഷൻ എഫക്റ്റ്. ഓവർ ജസ്റ്റിഫിക്കേഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്റ്റേണൽ റിവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് അയാളുടെ നാച്ചുറൽ ഇൻറ്റേർണൽ പാഷൻ എന്ത് ചെയ്യും, ഇല്ലാതാക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാനൊരു അധ്യാപകനാണ്, എനിക്ക് ക്ലാസ് എടുക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അവിടെ കോൺടാക്ട് ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. അപ്പോൾ ഒരു മണിക്കൂറിന് ഒരു നിശ്ചിത സാലറിയാണ് എനിക്ക് കിട്ടുക, മണിക്കൂറിനാണ് കിട്ടുക എന്ന് കരുതാം. അപ്പോൾ ഒരു ദിവസം എനിക്ക് 5 മണിക്കൂറേ ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ക്ലാസ് എടുക്കുക. എനിക്ക് 6 മണിക്കൂർ, സാധാരണ 10 മണി മുതൽ 4 മണി വരെയാണ് എൻ്റെ സമയം. അത് ശരിക്കും 6 മണിക്കൂറാണ്. അപ്പോൾ അതിൽ 1 മണിക്കൂർ ബ്രേക്ക് ടൈമാണ്, 1 മണി മുതൽ 2 മണി വരെ. അപ്പോൾ ഞാൻ തന്നെ ആയിക്കോട്ടെ, ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടി അവിടെ പോവാണ്. അപ്പോൾ എനിക്ക് എന്തുണ്ട്, പേയ്മെൻ്റ് ഉണ്ട് മണിക്കൂറിന്. അപ്പോൾ ഞാൻ കറക്റ്റ് 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് 1 മണിക്ക് നിർത്തും. എന്നിട്ട് 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് 4 മണിക്ക് നിർത്തും. കാരണം എന്താണ്, മണിക്കൂറിന് എനിക്ക് പേയ്മെൻറ്റ് ലഭിക്കുന്നുണ്ട്. ഇനി ഫോർ എക്സാമ്പിൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് കുറച്ച് കുട്ടികളെ, നമ്മുടെ നാട്ടിലെ ഒരു കുട്ടികൾക്ക്, പാവപ്പെട്ട കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പോകാമെന്ന് കരുതാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് പേയ്മെൻ്റ് ഒന്നുമില്ല, ഇൻറ്റേർണൽ മോട്ടിവേഷനാണ് എൻ്റെ മോട്ടിവേഷൻ. അപ്പോൾ ഞാൻ ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുക്കും, അല്ലേ, രാവിലെയും ക്ലാസ് എടുക്കും, ഉച്ചയ്ക്കും ക്ലാസ് എടുക്കും. എനിക്ക് ഫ്രീ സമയം കിട്ടി കഴിഞ്ഞാൽ രാത്രി ക്ലാസ് എടുക്കും. അത് എന്താണ്, അത് ഇൻറ്റേർണൽ മോട്ടിവേഷനാണ്. അപ്പോൾ എക്സ്റ്റേണൽ റിവാർഡ് ഒരു വ്യക്തിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാളെ ഇൻറ്റേർണൽ മോട്ടിവേഷൻ കുറയും എന്ന് ഇദ്ദേഹം പറയുന്നു. അത് ഈ റിസർച്ചിലൂടെ അദ്ദേഹം കണ്ടെത്തിയതാണ്. അത് ഇദ്ദേഹം എങ്ങനെയാണ് പറയുന്നത്, ജസ്റ്റ് ഇവിടെ എഴുതി വെക്കാം. throwing external reward at an inherently fun activity
can actually kill a person's natural internal passion for it. ഇതാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട മോട്ടിവേഷൻ തിയറിയുമായി ബേസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് തിങ്കേഴ്സ് ഇവരൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് അബ്രഹാം മാസ്ലോനെ കുറിച്ചും എഡ്വേർഡ് ഡേയ്സിനെ കുറിച്ചുമാണ്. അപ്പോൾ ഇവ രണ്ടും പ്രധാനപ്പെട്ട മോട്ടിവേഷണൽ തിങ്കേഴ്സാണ്. അപ്പോൾ ഓപ്ഷൻ എ ആൻഡ് ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള ആൾക്കാർ കൂടെ നോക്കാം. B.F. സ്കിന്നർ ഉണ്ട്, ആൽബർട്ട് ബണ്ടൂർ ഉണ്ട്. B.F. സ്കിന്നറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. B.F. സ്കിന്നറും ആൽബർട്ട് ബണ്ടൂരും നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത ആളുകൾ തന്നെയാണ്. ജസ്റ്റ് നമുക്ക് നോക്കാം. B.F. സ്കിന്നർ, അടുത്ത ആളാണ് B.F. സ്കിന്നർ. ഇദ്ദേഹം യഥാർത്ഥത്തിൽ ബിഹേവിയറലിസ്റ്റ് സൈക്കോളജിസ്റ്റാണ്. ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ ഒബ്സർവബിൾ ആയിട്ടുള്ള മെഷറബിൾ ആയിട്ടുള്ള ബിഹേവിയറിനെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളെ ഹിഡൻ തോട്ട്സ് ഫീലിങ്സിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കൊരു കാര്യം പറയാൻ പറ്റുള്ളൂ എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ബിഹേവിയറലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ടാണ് ഇദ്ദേഹത്തിൻ്റെ സ്കൂൾ ഓഫ് തോട്ട് അല്ലെങ്കിൽ പേഴ്സ്പെക്റ്റീവ് ബിഹേവിയറിസം. ബിഹേവിയറിസം എന്ന് പറഞ്ഞാൽ സ്കൂൾ ഓഫ് തോട്ട് that so psychology should only study visible, measurable behavior, not hidden thought or feelings. അതായത് സൈക്കോളജി എന്ന് പറഞ്ഞാൽ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള മെഷറബിൾ ആയിട്ടുള്ള ബിഹേവിയർ മാത്രം ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നൊരു പേഴ്സ്പെക്റ്റീവ് ആണെന്ത് ഇദ്ദേഹത്തിൻ്റെ പേഴ്സ്പെക്റ്റീവ്, B.F. സ്കിന്നറിൻ്റെ പേഴ്സ്പെക്റ്റീവ്. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ബിഹേവിയർ ഓഫ് ഓർഗാനിസം, പ്രധാനപ്പെട്ട ബുക്കുകൾ എഴുതാം. ബിഹേവിയർ ഓഫ് ഓർഗാനിസം 1938 ഇദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം ഇറങ്ങിയത്. ഇദ്ദേഹം ജനിച്ചത് ജസ്റ്റ് ഇവിടെ എഴുതിയിടാം 1904 മരണപ്പെട്ടത് 1990. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ അടുത്ത പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് അദ്ദേഹത്തിൻ്റെ ബിയോണ്ട് ഫ്രീഡം ആൻഡ് ഡിഗ്നിറ്റി.
ഇത് 1971 അദ്ദേഹം എഴുതിയ പുസ്തകമാണ്. അദ്ദേഹത്തിന് ഒരു നോവലുണ്ട്, ഫിക്ഷണൽ നോവലുണ്ട്, വാൽഡൻ 2. അതൊരു 1948 എഴുതിയ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ്. ഫിക്ഷണൽ നോവലാണ്. അതാണ് ഇദ്ദേഹത്തിൻ്റെ. പിന്നെ അദ്ദേഹം എന്താണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട തിയറിയാണ് ഒപ്പറൻ്റ് കണ്ടീഷനിങ്. ഒപ്പറൻ്റ് കണ്ടീഷനിങ്ങിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തതാണ്. റീഇൻഫോഴ്സ്മെൻറ്റിനെ കുറിച്ച് പറയും. ഇപ്പോൾ ഒരാൾ ഒരു ബിഹേവിയർ ചെയ്തു, അതിന് അയാൾക്ക് റിവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും? അത് വീണ്ടും ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതിന് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയും. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഒരാളൊരു ബിഹേവിയർ ചെയ്തു, അതിനാൾക്ക് റിവാർഡ് കിട്ടി, അപ്പോൾ ആൾ വീണ്ടും ആ ബിഹേവിയർ തന്നെ ചെയ്യും. ഇനി നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. നെഗറ്റീവ് റിവാർഡ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ ആൾക്ക് എന്തുണ്ട്? പോസിറ്റീവ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാനുണ്ട്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, റിവാർഡ് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്തു, അയാൾക്ക് റിവാർഡ് കിട്ടി. പിന്നെ അതെന്ത് ചെയ്യുന്നുണ്ട്? റിവാർഡ് പ്രതീക്ഷിച്ചുകൊണ്ട് അയാൾ എന്ത് ചെയ്യും? വീണ്ടും വീണ്ടും അത് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. ഇപ്പോൾ നമ്മൾ എക്സാമിന് മാർക്ക് പ്രതീക്ഷിച്ചു, അപ്പോൾ എക്സാമിന് നമ്മൾ മാർക്ക് കിട്ടി, നന്നായി പഠിച്ചു മാർക്ക് കിട്ടി, അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? അതിങ്ങനെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും, അല്ലേ? അതിന് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഒരു പ്രാവശ്യം നമുക്ക് റിവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റാണ്. ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യണം? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാതിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സീറ്റ് ബെൽറ്റ്, പുതിയ കാറുകളിലൊക്കെ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ഒരു ബീപ്പ് സൗണ്ട് ഇങ്ങനെ വരും. അപ്പോൾ കാറ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബീപ്പ് സൗണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാത്ത സമയം വരെ ആ ബീപ്പ് സൗണ്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും? ആ ബീപ്പ് സൗണ്ട് ഇല്ലാതാകാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പ്രവൃത്തി ചെയ്യും. അപ്പോൾ അതിനെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയും. അതുപോലെ പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇദ്ദേഹം പറയുന്നുണ്ട്. പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യാൽ ഒരു പണിഷ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ വ്യക്തി അത് ചെയ്യാതിരിക്കും. അതാണ് പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത ഒരാളുണ്ട്, ആൽബർട്ട് ബണ്ടൂര. ആൽബർട്ട് ബണ്ടൂരയുടെ തിയറി കൂടെ നമുക്ക് നോക്കാം. അടുത്ത ആളാണ് ആൽബർട്ട് ബണ്ടൂര. ഇദ്ദേഹം ഒരു 1925 ജനിച്ചത്. 2021 ഇദ്ദേഹം മരണപ്പെട്ടത്. ഇദ്ദേഹം സോഷ്യൽ ലേണിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പഠനങ്ങൾ നടത്തിയ ആളാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 2 പുസ്തകങ്ങളുണ്ട്. അതിലൊന്നാണ് സോഷ്യൽ ലേണിംഗ് തിയറി. – 1977 ഈ പുസ്തകം ഇദ്ദേഹം പബ്ലിഷ് ചെയ്തത്. മറ്റൊരു പുസ്തകമാണ് സെൽഫ് എഫിക്കസി. ദ എക്സസൈസ് ഓഫ് കൺട്രോൾ.
ഇത് 1997 ഈ പുസ്തകം ഇദ്ദേഹം പബ്ലിഷ് ചെയ്തത്. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് ഒബ്സർവേഷണൽ ലേണിംഗ് തിയറി. ഓക്കെ, ഒബ്സർവേഷൻ ലേണിംഗ് ആൻഡ് സെൽഫ് എഫിക്കസി എന്ന് പറഞ്ഞ 2 കൺസെപ്റ്റുകൾ ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒബ്സർവേഷൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇവിടെ എഴുതാം. ആളുകൾ മുമ്പ് ഒരുപാട് തിയറികൾ വന്നിട്ടുണ്ട്. പല തിയറികളും പല കാഴ്ചപ്പാടിൽ വിശദീകരിക്കുമ്പോൾ ആൽബർട്ട് ബണ്ടൂര പറയുന്നത് ഒരാൾ ലേൺ ചെയ്യുന്നത് മറ്റുള്ള ആളുകളെ ബിഹേവിയർ ഒബ്സർവ് ചെയ്തിട്ടാണ്. വാച്ചിങ് വാട്ട് ഹാപ്പൻസ് ടു അതർ പീപ്പിൾ. അതായത് നമ്മൾ റിവാർഡ് ആൻഡ് പണിഷ്മെൻറ്റ് മാത്രമല്ല, നമ്മൾ മറ്റുള്ള ആളുകൾ ഒബ്സർവേഷനിലൂടെയും ഇമിറ്റേഷനിലൂടെയാണ് ആളുകൾ ലേൺ ചെയ്യുന്നതെന്നാണ് ഇതിൽ പറയുന്നത്. ഒബ്സർവേഷൻ ആൻഡ് ഇമിറ്റേഷൻ. ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ദ ബോബോഡോൾ എക്സ്പെരിമെൻ്റ് എന്നാണ് അതിൻ്റെ പേര്. ദ ബോബോഡോൾ. ആയിരത്തി 1961 ഈ എക്സ്പെരിമെൻറ്റ് നടത്തിയത്. ബോബോഡോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു ടോയ് ആണ്. അതിങ്ങനെ വീർപ്പിച്ചിട്ട് ഇങ്ങനെ വെക്കായിരിക്കും. അതിനെ നമ്മൾ ഇടിച്ച് കഴിഞ്ഞാൽ താഴെ പോയിട്ട് അത് റിട്ടേൺ അതേ ഈ തഞ്ചാവൂർ പാവയൊക്കെ പോലെ തന്നെ ഒരു സാധനമാണ്. അതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ നേരെ തന്നെ വരും. അതങ്ങനെ അത് ഈ ബോബോഡോൾ കുറച്ച് കുട്ടികൾ എന്ത് ചെയ്തു, ഒരു റൂമിൽ ഇരുത്തി. എന്നിട്ട് എന്ത് ചെയ്തു, കുറച്ച് അഡൾട്ടായിട്ടുള്ള കുറേ ആൾക്കാർ ഒരു ബോബോഡോൾ അവിടെ കൊണ്ടുവന്ന് വെച്ചു. അഡൾട്ടായിട്ടുള്ള കുറച്ച് ആളുകൾ അതിനെ വന്നിട്ട് ഇടിക്കാൻ തുടങ്ങി. എന്നിട്ട് അവർ പോയി കഴിഞ്ഞിട്ട് ഈ ബോർഡുകളുള്ള റൂമിൽ തന്നെയാണ് കുട്ടികൾ ഇരിക്കുന്നത്. കുട്ടികൾ എന്ത് ചെയ്തു, ഈ അഡൾട്ടായിട്ടുള്ള ആൾക്കാർ, പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാർ ചെയ്ത പ്രവൃത്തി ഇവരെന്ത് ചെയ്തു, അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. അതെന്ത് ചെയ്തു, ഇദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ ലേണിംഗ് തിയറി ഡെവലപ്പ് ചെയ്യാൻ കാരണമായി. ആളുകൾ, പ്രത്യേകിച്ച് കുട്ടികൾ, ഒരു കാര്യം ഒബ്സർവ് ചെയ്യുകയും അത് ഇമിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്ന് ഇദ്ദേഹം ഇതിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ്. പിന്നെ അതുപോലെ മറ്റൊരു തിയറിയാണ് സെൽഫ് എഫിക്കസി. ഒരാൾക്ക് എന്താണ് സെൽഫ് എഫിക്കസി എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ ബിലീഫ്സിനെയാണ് എന്ത് പറയുക, സെൽഫ് എഫിക്കസി എന്ന് പറയാം. നമ്മുടെ എബിലിറ്റിയെക്കുറിച്ചുള്ള എന്താണ് ഇൻറ്റേർണൽ ബിലീഫ്സിനെയാണ് സെൽഫ് എഫിക്കസി എന്ന് പറയുന്നത്. നമുക്ക് ഒരു ടാസ്ക് നമ്മൾ ഏൽപ്പിച്ചു, അത് നമുക്ക് പൂർണ്ണമായിട്ടും നമുക്കത് ചെയ്യാൻ കഴിയുമെന്ന ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടെങ്കിൽ അത് അത് നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും ആ കാര്യം ചെയ്തു തീർക്കാൻ. ചിലപ്പോൾ നമുക്ക് ലോ സെൽഫ് എഫിക്കസി ഉണ്ടാവും, നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിയില്ല, അപ്പോൾ നമുക്കത് ചെയ്യാൻ കഴിയുകയില്ല. സെൽഫ് എഫിക്കസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എബിലിറ്റി, നമുക്ക് ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാൻ കഴിയും എന്ന അല്ലെങ്കിൽ ചെയ്യാൻ കഴിയില്ല എന്ന നമ്മൾ ഇൻറ്റേർണൽ ബിലീഫ്സിനെയാണ് ഇത് പറയാം സെൽഫ് എഫിക്കസി എന്ന് പറയാം. ഹൈ സെൽഫ് എഫിക്കസി ഉണ്ട്, ലോ സെൽഫ് എഫിക്കസി ഉണ്ട്. ഹൈ സെൽഫ് എഫിക്കസി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ടാസ്ക് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. അതൊരു നിശ്ചിത ടാസ്ക് ആയിരിക്കും. ഇപ്പോൾ ഞാൻ അധ്യാപകനാണ്, അപ്പോൾ ഒരു നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ എനിക്ക് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും എന്ന ശുഭാപ്തി വിശ്വാസം പോസിറ്റീവ് അല്ലെങ്കിൽ ഹൈ സെൽഫ് എഫിക്കസിയാണ്. ലോ സെൽഫ് എഫിക്കസി എന്ന് പറഞ്ഞാൽ എനിക്ക് അത് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു വിശ്വാസമാണ്. അപ്പോൾ അതെന്ത് ചെയ്യും, അങ്ങനെ വന്ന് സംഭവിച്ചാൽ എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ ടാസ്ക് ചെയ്യാതിരിക്കും. കഴിയുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആ ടാസ്ക് ചെയ്യും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇത് തന്നെ പൂർണ്ണമായിട്ടും വിശദമായിട്ട് പറയാൻ സമയം കിട്ടിയിട്ടില്ല. 4 തിങ്കേഴ്സിൻ്റെ പേരാണ് പറഞ്ഞത്. താഴെ പറയുന്ന റിസർച്ചേഴ്സിൽ അല്ലെങ്കിൽ തിങ്കേഴ്സിൽ മോട്ടിവേഷൻ തിയറിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള തിങ്കേഴ്സ് ആരൊക്കെയാണ്? അത് അബ്രഹാം മാസ്ലോയും എഡ്വേർഡ് ഡേയ്സിയാണ്. ബാക്കിയുള്ള ആൾക്കാർ സ്കിന്നറും ആൽബർട്ട് ബണ്ടൂരയായിരുന്നു. അവരുടെ തിയറി കൂടി ഷോർട്ടായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവരുടെ പുസ്തകങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ പുസ്തകങ്ങളും തിയറികളും നിങ്ങൾ എന്ത് ചെയ്യണം, ശരിക്കും നോക്കി വെക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചിലപ്പോൾ
എന്താ ചെയ്യുക, പുസ്തകം മാത്രമായിട്ട് ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. തിയറി മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നോക്കി വെക്കാം. അപ്പോൾ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ മോർണിംഗ് സെഷൻ ഉണ്ടായിരിക്കില്ല, രാത്രിയായിരിക്കും സെഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ ടൈം ടേബിൾ എന്ത് ചെയ്യുക, ശരിക്കും നോക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.